Hello everyone, Central Government Job Update എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയൊരു ബാങ്കിങ് നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ്. എക്സിം ബാങ്ക് എന്ന് പറയുന്ന നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബാങ്കിങ് സെക്ടറാണ് ഇന്ത്യൻ എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. നല്ല സാലറി പാക്കേജോടെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ എക്സിം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇറ്റ്സ് ആൻ ഓൾ ഇന്ത്യ പ്രീമിയർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഫിനാൻസിങ്ങും ഫെസിലിറ്റേറ്റിംഗും പ്രൊമോട്ടിംഗ് ഇന്ത്യസ് ഇന്റർനാഷണൽ ട്രേഡിന് വേണ്ടിയായിട്ടുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള ബാങ്കാണ് എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എലിജിബിൾ കാൻഡിഡേറ്റ്സിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം മൊത്തവും ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. 22 മാർച്ച് 2025 തൊട്ടാണ് സ്റ്റാർട്ട് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്പൺ ആയിട്ടില്ല, ഓപ്പൺ ആവാൻ പോകുന്നതേ ഉള്ളൂ. 22 മാർച്ച് തൊട്ടാണ് സ്റ്റാർട്ട് ആവുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അറിയിക്കുന്നത്. ഡീറ്റെയിൽ മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15 ഏപ്രിലാണ് കേട്ടോ. ഏപ്രിൽ 15 മാർച്ച് 22 സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ 15 വരെയാണ് നിങ്ങൾക്ക് ടൈം ഉള്ളത്. അതിൽ ടെൻറ്റേറ്റീവ് മന്ത് ഓഫ് റിട്ടേൺ എക്സാമിനേഷനും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. നമുക്കുള്ളത് റിട്ടേൺ എക്സാമിനേഷനും ഇന്റർവ്യൂ ആണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ് ബാങ്കിന്റെ എക്സാം വരുന്നത്. ഒന്ന് റിട്ടേൺ എക്സാമിനേഷനും രണ്ടാമത് ഇന്റർവ്യൂ ആണ്. അതിൽ റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത് മെയ് 2025 ആണ്. അത് ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. എക്സാക്ട് ഡേറ്റ് എന്ന് പറയുന്നില്ല, അത് പിന്നെ അറിയിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തായാലും മെയ്യിൽ നടക്കും എന്നുള്ളൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും നമുക്ക് നോക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു കാര്യമായാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെ വരും, പ്ലേസ്മെൻറ്റ് എവിടെ വരും എന്നൊക്കെ അറിഞ്ഞിരിക്കുക. എക്സിം ബാങ്ക് എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കായിരിക്കും നിങ്ങൾക്ക് ജോബ് ലൊക്കേഷൻസ് വരുന്നത്. അതുപോലെ തന്നെ എക്സാമിനേഷൻ വിൽ ബി കണ്ടക്റ്റഡ് ഇൻ ദ ഫോളോയിങ് സിറ്റീസ് എന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എവിടെയൊക്കെയാണ്? ഒന്ന് നമുക്ക് ട്രിവാൻഡ്രത്തില്ല, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹിയിലായിരിക്കും നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്ന് നിങ്ങൾ മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് വരുന്നത്. അതിൽ പേഴ്സണൽ ഇന്റർവ്യൂസ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേജായ പേഴ്സണൽ ഇന്റർവ്യൂ നടത്തുന്നത് എവിടെ മാത്രമാണ്? മുംബൈയിലും ന്യൂഡൽഹിയിലും ആണെന്ന് ആലോചിക്കുക കേട്ടോ. ഇപ്പോഴും നമുക്ക് നിയർ ബൈ ഉള്ള റിട്ടേൺ സെന്റർ എവിടെയാണ്? ചെന്നൈ അല്ലെങ്കിൽ കൊൽക്കത്തയാണ്. അത് കഴിഞ്ഞ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പേഴ്സണൽ ഇന്റർവ്യൂ വരുന്നത് മുംബൈ അല്ലെങ്കിൽ ന്യൂഡൽഹിയിലാണെന്നും ശ്രദ്ധിക്കുക. ഇനി അടുത്ത വേക്കൻസി ഒരുപാട് വേക്കൻസി ഒന്നും വിളിക്കാറില്ല. എക്സിം ബാങ്ക് പോലെയുള്ള ഇങ്ങനത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സിലേക്ക് വളരെ കുറച്ച് റിക്രൂട്ട്മെന്റ്സേ ക്ഷണിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കോളുക. ഏകദേശം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 28 വേക്കൻസീസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത് അല്ലേ? 28 വേക്കൻസീസ് ആണ്. അതിൽ 22 വേക്കൻസി മാനേജ്മെന്റ് ട്രെയിനി എന്ന് പറയുന്ന പൊസിഷനിലേക്കും ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റിലേക്ക് 5 വേക്കൻസീസും ചീഫ് മാനേജർ വേക്കൻസിയിലേക്ക് 1 വേക്കൻസിയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ചീഫ് മാനേജർ എന്നൊക്കെ പറയുമ്പോൾ എക്സ്പീരിയൻസിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് 1 വേക്കൻസി കൊടുത്തിട്ടുള്ളൂ. ഏകദേശം 10 വർഷത്തിൽ പുറത്ത് നിങ്ങൾക്ക് ബാങ്കിങ് സെക്ടറിൽ ഒരു ജോലി ചെയ്തവരാണെങ്കിൽ മാത്രമേ ചീഫ് മാനേജറിന്റെ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമുക്ക് നോക്കാനുള്ളത് മാനേജ്മെന്റ് ട്രെയിനി അല്ലെങ്കിൽ ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റ് ആണെന്ന കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. അതിൽ URനും SC STക്കും OBCക്കും എല്ലാം സെപ്പറേറ്റ് വേക്കൻസി കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഡെപ്യൂട്ടി മാനേജറിനാണെങ്കിൽ 4 വേക്കൻസി UR കാറ്റഗറിക്ക് മാത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ OBC NCLകാർക്കും ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ആർക്കാണ് വേക്കൻസി കൊടുത്തിരിക്കുന്നതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പൊസിഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെന്റ് ട്രെയിനി നമുക്ക് 22 വേക്കൻസി എന്ന് പറഞ്ഞു. അതിൽ മാനേജ്മെന്റ് ട്രെയിനി ഡിജിറ്റൽ ടെക്നോളജിയിൽ 10 വേക്കൻസി. ഏതൊക്കെ ഫീൽഡിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം സ്പെഷ്യലൈസ്ഡ് ഫീൽഡിലേക്കാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. മാനേജ്മെന്റ് ട്രെയിനി ഡിജിറ്റൽ ടെക്നോളജിയിലുണ്ട്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിലേക്ക് എടുക്കുന്നുണ്ട്. രാജ് ഭാഷ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പ്രത്യേകം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മാനേജ്മെന്റ് ട്രെയിനി ലീഗൽ ഡിപ്പാർട്ട്മെന്റിലും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ LLB കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ 5 വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. 5 വേക്കൻസീസ് ലീഗൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഡെപ്യൂട്ടി മാനേജറും ലീഗലിൽ വിളിച്ചിട്ടുണ്ട്. 4 വേക്കൻസി ഡെപ്യൂട്ടി മാനേജർ. പിന്നെ എന്താണ്, ഡെപ്യൂട്ടി കംപ്ലയൻസ് ഓഫീസർ എന്ന് പറഞ്ഞ 1 വേക്കൻസിയും ചീഫ് മാനേജർ കംപ്ലയൻസ് ഓഫീസറായിട്ട് 1 വേക്കൻസിയുമാണ് ക്ഷണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും വാക്കൻസീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. മാനേജ്മെന്റ് ട്രെയിനി, ഡെപ്യൂട്ടി മാനേജർ, ചീഫ് മാനേജർ. അതിൽ തന്നെ നമുക്ക് എലിജിബിലിറ്റി നോക്കാം. ഓരോ പൊസിഷൻ
പോർഷന്റെ എലിജിബിലിറ്റി നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി ഡിജിറ്റൽ ടെക്നോളജിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? മിനിമം 60% മാർക്ക് എല്ലാത്തിനും ഉണ്ടായിരിക്കണം. ഓർ ഇക്വലന്റ് ഗ്രേഡിൻ എന്തിലൊക്കെയാണ്? ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണം. ഏതൊക്കെ? കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസി പഠിച്ചവരായിരിക്കണം. അപ്പൊ എന്തൊക്കെയായിരിക്കണം? ഒന്നീ നിങ്ങൾ എന്ത് ക്വാളിഫൈ ആവണം? ബിടെക്കിൽ ഉണ്ടായിരിക്കണം. ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, CS അല്ലെങ്കിൽ IT അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസി. ഈ ഇത്രയും സബ്ജക്റ്റിൽ ഒന്നി എഞ്ചിനീയറിംഗ് ഉള്ളവരായിരിക്കണം. അതിൽ എത്ര മാർക്കും കിട്ടണം? 60%. അതായത് ഗ്രാജുവേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതിൽ ഇത്രയും മാർക്കും 60%-ഓളം ഗ്രാജുവേഷൻ എഴുതി ജയിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന 60% മാർക്സ് ഇൻ ബോത്ത് ഗ്രാജുവേഷൻ ആൻഡ് MCA. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ പിന്നെ എന്താണ് MCM മാസ്റ്റേഴ്സ്, നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ മാസ്റ്റേഴ്സ് ചെയ്തവർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ബിടെക് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചവരോ അല്ലെങ്കിൽ MCA എടുത്തവർക്കോ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി റിസർച്ച് ആൻഡ് അനാലിസിസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വേണം. എന്തില്? എക്കണോമിക്സിൽ കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് വിത്ത് മിനിമം 60% മാർക്സ് ഓർ ഇക്വലന്റ് ഗ്രേഡ് ഇൻ ബോത്ത് ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ. അല്ലെങ്കിൽ എന്താണ് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഏതിൽ കഴിഞ്ഞവരായിരിക്കണം? എക്കണോമിക്സിൽ കഴിഞ്ഞവരായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എക്കണോമിക്സ് 60% മാർക്ക് ഉണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ മാനേജ്മെന്റ് ട്രെയിനി രാജ്ഭാഷ, അതായത് ഒഫീഷ്യൽ ലാംഗ്വേജ് രാജ്ഭാഷ, ഹിന്ദി അറിയുന്ന ഒരാൾക്കായിരിക്കും അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ എന്താ പറയുന്നത്? മിനിമം 60% അഗ്രിഗേറ്റ് മാർക്ക് ഇൻ ഗ്രാജുവേഷനിൽ നിങ്ങൾക്ക് 60% മാർക്കും ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? പ്ലസ് മാസ്റ്റേഴ്സ് ഡിഗ്രി നിങ്ങൾ എന്തായിരിക്കണം? ഒന്നീ ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ചെയ്തവരായിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ആസ് എ സബ്ജക്റ്റ് ചെയ്തവരായിരിക്കണം. അതായത് ഹിന്ദിയും ഇംഗ്ലീഷും നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് ഉള്ളവർക്ക് മാത്രമേ രാജ്ഭാഷ എന്ന് പറയുന്നതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മിനിമം 60% മാർക്ക് ഗ്രാജുവേഷനിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി എന്തിൽ ചെയ്തിരിക്കണം? ഹിന്ദിയിൽ ചെയ്തിട്ട് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷ് ചെയ്ത് ഹിന്ദിയിൽ ഒരു സബ്ജക്റ്റ് ഉള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് 2 സബ്ജക്റ്റും അറിഞ്ഞ ആൾക്കാരായിരിക്കണം. ഇനി അടുത്ത മാനേജ്മെന്റ് ട്രെയിനി ലീഗൽ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മതി? ഗ്രാജുവേറ്റ് ഡിഗ്രി ലോയിൽ അല്ലെങ്കിൽ LLBക്ക് ഉണ്ടായിരുന്നാൽ മതി. ഗ്രാജുവേറ്റ് ഡിഗ്രി ലോ അല്ലെങ്കിൽ LLB പഠിച്ചവരായിരുന്നാൽ മതി. ഫോർ ഇന്റഗ്രേറ്റഡ് LLB കോഴ്സ് 60% തന്നെയാണ് മിനിമം മാർക്ക് ചോദിക്കുന്നത് കേട്ടോ. ഗ്രാജുവേഷൻ ആൻഡ് LLB. അപ്പോൾ LLB പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണത്. അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി മാനേജർ ലീഗലിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെപ്യൂട്ടി മാനേജറും ചീഫ് മാനേജറും എന്ന പൊസിഷനിലേക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? എക്സ്പീരിയൻസിന്റെ ആവശ്യമുണ്ട്. മാനേജ്മെന്റ് ട്രെയിനി ആകുമ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല. അതേസമയം ഡെപ്യൂട്ടി മാനേജറിലും ചീഫ് മാനേജറിലും എക്സ്പീരിയൻസിന്റെ ആവശ്യമുണ്ട്. ഡെപ്യൂട്ടി മാനേജർ ലീഗൽ ആണെങ്കിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ലോ അല്ലെങ്കിൽ LLB വിത്ത് 60% മാർക്ക് മതി. പ്ലസ് എന്താണ്? കാൻഡിഡേറ്റ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 year ഓഫ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ലീഗൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് 1 വർഷത്തിന്റെ എക്സ്പീരിയൻസ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡെപ്യൂട്ടി മാനേജർ ലീഗലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് അവിടെ ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് ഡെപ്യൂട്ടി കംപ്ലയൻസ് ഓഫീസർ ആയിട്ടാണ് കയറുന്നതെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ദ ICSI റെഗുലർ ഗ്രാജുവേഷനിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. MB അല്ലെങ്കിൽ LLB അഡീഷണൽ റിക്വയർമെന്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഓഫ് ദ ICSI റെഗുലർ ഗ്രാജുവേഷൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത കാൻഡിഡേറ്റ് വിത്ത് മിനിമം 1 year ആണ് ചോദിക്കുന്നത്. ഡെപ്യൂട്ടി മാനേജറിന് 1 yearന്റെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചീഫ് മാനേജർ കംപ്ലയൻസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ് ആയതുകൊണ്ടാണ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ACS ഓഫ് ദ ICSI അല്ലെങ്കിൽ റെഗുലർ ഗ്രാജുവേഷൻ വിത്ത് മിനിമം 60% മാർക്ക് ചോദിക്കുന്നത്. ചീഫ് മാനേജർ ആയതുകൊണ്ട് എത്ര വർഷത്തിന്റെ എക്സ്പീരിയൻസ് ആണ്? മിനിമം 10 വർഷത്തിന്റെ വർക്ക് എക്സ്പീരിയൻസ് വേണം എന്നുള്ളൊരു കാര്യം എടുത്തു പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് രണ്ടും വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും, എന്നാലും ആ കാര്യം അറിഞ്ഞിരിക്കുക. 10 വർഷത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ഇവർക്ക് ചോദിക്കുന്നത്. ഓക്കെ, ആ പോയിന്റ് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോളൂ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ എലിജിബിലിറ്റി വരുന്നത്. ഇങ്ങനെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് ഹു പൊസസ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ഷുഡ് ബി പ്രൊഫഷണൽ ഇൻ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. പിന്നെ നിങ്ങൾക്ക് എന്തറിഞ്ഞിരിക്കണം? ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും അറിഞ്ഞിരിക്കണം കേട്ടോ. ആ പോയിന്റ് ആലോചിക്കുക. പിന്നെ നമ്മുടെ ഡിഗ്രിയുടെ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ June 1 മുന്നേ നിങ്ങൾക്ക് എന്ത് കിട്ടണം? നിങ്ങളുടെ മാർക്ക് ഷീറ്റ് കിട്ടണം എന്നുള്ളൊരു കാര്യം ആലോചിക്കുക കേട്ടോ.
Candidates who has appeared in the final qualifying examination waiting for the result are eligible to appear ആണ്. ലാസ്റ്റ് വർഷം നിങ്ങളുടെ എക്സാം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ജൂൺ 1, 2025 നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുമെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ഇനി ഏജിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. മാനേജ്മെന്റ് ട്രെയിനി ആണെങ്കിൽ EWS എത്ര വയസ്സായിരിക്കണം? ഫെബ്രുവരി 28, 2025 നിങ്ങളുടെ ഏജ് 28 വയസ്സായിരിക്കണം. ഡെപ്യൂട്ടി മാനേജർ ആണെങ്കിൽ 30 വയസ്സ്, ചീഫ് മാനേജർ ആണെങ്കിൽ 40 വയസ്സ്. EWS അല്ലെങ്കിൽ UR കാൻഡിഡേറ്റ്സിനാണ് പറയുന്നത്. ഓക്കെ, അടുത്ത് OBC NCL കാൻഡിഡേറ്റ്സിന് ഫെബ്രുവരി 28, 2025 മാനേജ്മെന്റ് ട്രെയിനി ആവാൻ 31 വയസ്സും ഡെപ്യൂട്ടി മാനേജർ ആവാൻ 33 വയസ്സുമാണ്. ചീഫ് മാനേജറിനൊന്നും വാക്കൻസി കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മുടെ റിസർവേഷനും കൂടെ കയറി വരുന്നതാണ്. +3 years ആണ് OBCക്ക്, +5 years ആണ് SC/ST. മാനേജ്മെന്റ് ട്രെയിനിക്ക് SC/ST വാക്കൻസി ഉള്ളതുകൊണ്ട് 33 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കാര്യം കൃത്യമായി പറയുന്നുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളുക. അതാണ് ഏജിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ സാലറി സ്കെയിലും കാര്യങ്ങളുമാണ്. ഇവിടെ നോക്കിയാൽ അറിയാം ഡെപ്യൂട്ടി മാനേജറിന് വരുന്ന സാലറി. ഡെപ്യൂട്ടി മാനേജറിന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 48,480 48Kയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എത്ര വരെ 85K അടുപ്പിച്ച് എന്ത് കിട്ടുന്നുണ്ട്, സാലറി വരുന്നുണ്ട്. 48K തൊട്ട് 85K വരെയാണ് നിങ്ങൾക്ക് സാലറി പാക്കേജ് വരുന്നത്. 86 വരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് ചീഫ് മാനേജർ ആവാനാണെങ്കിൽ 85K തൊട്ട് എത്ര വരെ 1 lakh എബോവ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 1 lakh പ്ലസ് സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക കേട്ടോ. ഡെപ്യൂട്ടി മാനേജർ ആണെങ്കിൽ 48,000, ഏകദേശം 50,000 പുറത്ത് എന്തായാലും സാലറി കിട്ടും. ചീഫ് മാനേജർ ആണെങ്കിൽ ഏകദേശം 90,000, 85,000 തൊട്ട് 1 ലക്ഷത്തിൽ പുറത്ത് കിട്ടുന്ന സാലറിയാണ് വരുന്നത് കേട്ടോ. ആ കാര്യം കൃത്യമായി തന്നെ ശ്രദ്ധിച്ചോളുക. പിന്നെ ഇവിടെ പറയുന്നുണ്ട് സെലക്ഷൻ പ്രോസസ് സെലക്ടഡ് എന്താ ഓക്കെ, അല്ലാത്തവർക്കൊക്കെ ഒരു 65,000 വരെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്. ഈ പറയുന്ന മാനേജ്മെന്റ് ട്രെയിനിക്ക് സാലറി പാക്കേജ് എന്ന് പറഞ്ഞാൽ 65,000 ആണ് മന്ത്ലി സാലറി. ഇത് ഏതോ ഒരു പോയിന്റ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാനേജ്മെന്റ് ട്രെയിനീസ് വിൽ ബി അബ്സോർബ്ഡ് ഇൻ ഗ്രേഡ് സ്കെയിൽ ജൂനിയർ മാനേജ്മെന്റ് ആസ് ഡെപ്യൂട്ടി മാനേജർ ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ട്രെയിനിങ് പീരീഡ് ഓഫ് 1 year. നിങ്ങൾക്ക് 1 വർഷത്തിന്റെ ട്രെയിനിങ് പീരീഡ് ആണ് വരുന്നത് മാനേജ്മെന്റ് ട്രെയിനീസ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡെപ്യൂട്ടി മാനേജർ ആണ് ആവാൻ പറ്റുന്നത്. പക്ഷേ ഒരു മന്ത്ലി സ്റ്റൈഫൻഡ് നിങ്ങൾക്ക് എപ്പോഴും ഈ ട്രെയിനിങ് പീരീഡിൽ കിട്ടും. അത് എത്രയാണ്? 65,000 രൂപ എന്നാണ് പറയുന്നത് കേട്ടോ. ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ട്രെയിനിങ് നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡിൽ 65,000 വരെ മന്ത്ലി സ്റ്റൈഫൻഡ് കിട്ടും എന്നുള്ളൊരു കാര്യം കൃത്യമായി തന്നെ അവരിവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് അവിടെ വരുന്നത്. പിന്നെ ബോണ്ടിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 3 ലക്ഷത്തിന്റെ ബോണ്ടൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഡെപ്യൂട്ടി മാനേജറായിട്ട് കയറേണ്ടത്. ചീഫ് മാനേജറായിട്ട് 5 വർഷത്തിന്റെ ബോണ്ടുമാണ് വെക്കുന്നത്. അങ്ങനെ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. 3 ലക്ഷത്തിന്റെ 3 വർഷത്തിന്റെ ഒരു പീരീഡിലാണ് നിങ്ങൾ കയറേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ബോണ്ടിന്റെ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഇതിലൊക്കെ കയറാവൂ കേട്ടോ. അപ്പോൾ ആ ഇടയ്ക്കൊന്നും നമുക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുന്നത് റിട്ടൺ എക്സാമിനേഷനും ഇൻ്റർവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റിട്ടൺ എക്സാമിനേഷനിൽ നമുക്ക് ഒന്നും അല്ല പഠിക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏത് പോസ്റ്റിലേക്കാണോ അതിൻ്റെ സബ്ജക്റ്റീവ് നോളജ് ആണ് വരുന്നത്. ഇവിടെ കാണുന്നുണ്ടായിരിക്കും നെയിം ഓഫ് ദ ടെസ്റ്റ് പ്രൊഫഷണൽ നോളജ് സബ്ജക്റ്റീവ് ആണ്. അതായത് നിങ്ങളിപ്പോൾ IT ഫീൽഡ് ഡിജിറ്റൽ ഇതാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ IT ഫീൽഡ് BTech നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എക്കണോമിക്സിന്റെ ബേസിസിലാണ് എടുക്കുന്നതെങ്കിൽ എക്കണോമിക്സ് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ലീഗൽ ആണെങ്കിൽ ലീഗലിന്റെ കാര്യങ്ങൾ, ലോ പരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങളുടെ സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പാർട്ട് 1 കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് നിങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. 40 മാർക്കാണ് വരുന്നത്. പാർട്ട് 2 8 ക്വസ്റ്റ്യനിൽ 6 എണ്ണം അറ്റൻഡ് ചെയ്യാനായിട്ട് വരും. അതിൽ 60 മാർക്കാണ് വരുന്നത്. അങ്ങനെ ടോട്ടലി 100 മാർക്കിനാണ് വരുന്നത് കേട്ടോ. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിന് 2.5 മണിക്കൂർ സമയമാണ് നിങ്ങൾക്കുള്ളത്. അതാണ് സ്ട്രക്ചർ ഓഫ് റിട്ടൺ എക്സാമിനേഷൻ. വേറെ ഒരിടത്തും പോയി പഠിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സബ്ജക്റ്റീവ് നോളജ് വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ആ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഏകദേശം മിനിമം 70% വെയിറ്റേജ് റിട്ടൺ എക്സാമിനേഷനും 30% വെയിറ്റേജ് നമ്മുടെ ഇന്റർവ്യൂവിനുമാണ് വരുന്നതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചോളുക. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക. നമുക്കിവിടെ ഫീസിന്റെ സ്ട്രക്ചർ ഒക്കെ പറയുന്നുണ്ട്. 600 രൂപയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. 600 രൂപ പ്ലസ് GST ആണ്. OBC നമ്മുടെ
ജനറൽ കാൻഡിഡേറ്റ്സിന്. അല്ലാത്തവർക്കൊക്കെ 100 റുപ്പീസാണ്. അത് ആ ഫസ്റ്റ് പേജിലൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എങ്ങനെയാണ് ഹൗ ടു അപ്ലൈ എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻ പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുക, പേയ്മെന്റ് ഓഫ് ഫീസ്, ഡോക്യുമെന്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ചോളുക. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതിന്റെ PDF കാര്യങ്ങളും ഒക്കെ നമ്മുടെ ടെലഗ്രാം ചാനൽ, സെൻട്രൽ ഗവൺമെന്റ് ടെലഗ്രാം ചാനലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാന്നുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോളുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. നല്ലൊരു ചാൻസ് ആണ്. പഠിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർക്ക് ഫീൽഡിൽ നിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്